ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. തിരിച്ചു പോകാനും സമയമായി. അപ്പോൾ എനിക്ക് ഇത്രയും ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം വിചാരിച്ച് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. ഇപ്പം നമ്മൾ ഒന്ന് ബീച്ചിൽ പോവാണ്. ഇരിഞ്ഞാലക്കുടയാണുള്ളത്. അപ്പം ബീച്ചിലൊക്കെ ഒന്ന് പോയി, കുറേ നാളായി ഇവിടുത്തെ ബീച്ചിൽ പോയിട്ട്. അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളുണ്ടല്ലോ ഇപ്പൊ സ്നേഹതീരം എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് പോകുന്നത്. തളിക്കുളം, അത് ഇരിഞ്ഞാലക്കുട തളിക്കുളമാണ്. തളിക്കുളം എവിടെയാ? നമ്മുടെ ഗുരുവായൂർ റൂട്ടിലുള്ള തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്നേഹതീരം ബീച്ചിലേക്കാണ് പോകുന്നത്. ഞങ്ങളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. നമ്മളുണ്ടല്ലോ ഇടയ്ക്ക് ബജ്ജി വിൽക്കുന്നത് കണ്ടപ്പോഴത്തേനും കഴിക്കാൻ തോന്നി. അപ്പം ഞങ്ങള് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലുള്ള ബജ്ജി ഐറ്റംസ് ഒന്നും ആക്ച്വലി ആ ടേസ്റ്റില് ബാംഗ്ലൂരൊന്നും കിട്ടത്തില്ല. നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റില് അവര് വേറെ ടേസ്റ്റൊക്കെയാണ്. അപ്പൊ ഇവിടെ വരുമ്പോഴല്ലേ കഴിക്കുന്നത്. അപ്പൊ കാണുമ്പോൾ കഴിക്കാൻ തോന്നും. എത്ര നമ്മൾ കഴിക്കില്ലെന്ന് വിചാരിച്ചാലും കഴിക്കാൻ തോന്നും. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കഴിച്ച് ചായയൊക്കെ കുടിച്ചു. ഇനിയിപ്പം നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബീച്ചിലേക്കുള്ള വഴിയിലെത്തി. അപ്പം ആദ്യം കാണുന്ന പാർക്കിങ്ങിൽ തന്നെ കയറി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പാർക്കിങ്ങിനൊന്നും സ്ഥലം കിട്ടത്തില്ല, അതുപോലെ തിരക്കാവും. അപ്പോൾ അവിടെ കയറി വണ്ടിയൊക്കെ ഇട്ടു. എന്നിട്ട് നേരെ ബീച്ചിലേക്ക് നടന്നു. അപ്പം ബീച്ചിലേക്ക് നടക്കുന്ന വഴിക്ക് തന്നെ ഒരു ഫൺ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാം, പിള്ളേർക്കും കുറച്ച് മുതിർന്നവർക്കും ഒക്കെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, പാട്ടുമൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പൈസ കൊടുക്കണമായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. എൻട്രി ഫീ ഒക്കെ കാണും. അപ്പോൾ അതിനകത്ത് കയറി പിള്ളേരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഈ ബീച്ചിൽ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇങ്ങനെ തുണി വിൽക്കുന്നതും അതുപോലെ വളയമാല, കമ്മൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ കടകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബീച്ചിൽ തന്നെ ഇട്ട് വിൽക്കുന്നവരും ഉണ്ട്. കണ്ടോ, ഇങ്ങനെ തുണികൾ, ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. ദാ കാണുന്ന ബോർഡാണ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ. അങ്ങോട്ടൊക്കെ പിള്ളേരെയും കൊണ്ട് പോകുന്നത് കണ്ടു. അതുവഴിയാന്ന് തോന്നുന്നു വഴി. അതുവഴി കയറി പോകാൻ തോന്നുന്നു. അവിടെ തന്നെ ഇങ്ങനെ കല്ലെടുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ അധികം പോയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടതൊക്കെ ഉള്ളൂ. இந்த பேண்ட்
കണ്ട് നനഞ്ഞ്. ഓ ഭയങ്കര റഫാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. പക്ഷെ ആ ശ്രീഹരി കഥ വരട്ടെ. അയ്യോ ഇവിടെ 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 നമ്മൾ 6 മണി വരെയൊക്കെ 6 മണി നീന്തുന്നു. ഞങ്ങൾ പോയപ്പം സീ നല്ല റഫായിരുന്നു. ഭയങ്കര പൊക്കത്തിലുള്ള തിരകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ 2 ബോട്ടുണ്ടല്ലോ, ഈ 2 ബോട്ട് ഇപ്പം മീൻ പിടിക്കാൻ പോയ ബോട്ടാണ്. അതിപ്പോൾ കരയ്ക്ക് അടുപ്പിച്ച് അതിനകത്ത് മീനൊക്കെ നമുക്ക് കാണാം. അവർ മീൻ പിടിക്കാൻ പോയതാണ്. അപ്പം ഞങ്ങൾ അധികം ഒന്നും ഇറങ്ങിയൊന്നുമില്ല. കാരണം ഞങ്ങൾ അങ്ങനെ കുറച്ച് ഒന്ന് കാല് നനച്ച് മാത്രമേ ഉള്ളൂ. ഒന്നാമത് നല്ല ഭയങ്കര വലിയ തിരമാലകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അധികം ഞങ്ങൾ കടലിലേക്കൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് അങ്ങോട്ട് ഓടിക്കായിരുന്നു. അപ്പൊ ചത്താനായിരിക്കും.
ഇനി നമുക്ക് അടുത്ത വള്ളത്തിലോട്ട് പോകാം. അതെ, വൈകുന്നേരം ആയപ്പോ ഒരു വൈബായി, പോകാറായപ്പോ. ഇത് പ്രോപ്പറായിട്ട് സ്ഥലം പറഞ്ഞ എങ്ങനെ പറയണം? അപ്പൊ നമ്മള് ബീച്ചിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. സന്ധ്യ 6 മണിക്ക് ആകാറായി. സൺസെറ്റ് ഒന്നും കണ്ടില്ല, കാരണം ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, വലുതായിട്ടൊന്നും കാണാൻ ഇല്ലായിരുന്നു. അതങ്ങ് മേഘം മൂടി പോയിരുന്നു. ഇന്ന് രാവിലെയൊക്കെ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു രാവിലെ. അപ്പം ആ ഒരു മഴക്കാറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെ. പിന്നെന്താണ്, അവിടെ വല കുടയുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് മീനൊന്നും വാങ്ങിച്ചില്ല. ഇനിയിപ്പോ ഞങ്ങൾ നാളെ പോവായതുകൊണ്ട് നാളെ മിക്കവാറും വെജിറ്റേറിയൻ ആയിരിക്കും, ട്രെയിൻ യാത്രയൊക്കെ ഉള്ളത് കൊണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാ. അപ്പൊ ഇനിയിപ്പം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനി നേരെ വീട്ടിൽ പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നാളെ വൈകിട്ട് ഈ ഒരു സമയത്താണ് ട്രെയിൻ. പിന്നെ ഈ ബീച്ച് വരുന്നത്, ഇത് അത്യാവശ്യം നല്ല ബീച്ചൊക്കെ തന്നെയാണ്. മീൻസ് കുറച്ച് സ്ഥലം കുറവായിട്ട് തോന്നും, പക്ഷെ ചിൽഡ്രൻസ് പാർക്ക്, ഫൺ പാർക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 5:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനുമാണ് അവിടെ ഒരു നല്ലൊരു വൈബ് വരുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ചൊരു നേരം 5 മണിയൊക്കെ ആയപ്പോൾ വന്നു. അപ്പോൾ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര തിരക്കായി. ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടി. പക്ഷെ അത്ര നേരത്തെ വരുന്നത് ആക്ച്വലി നല്ലതാണ്, കാരണം പാർക്കിങ്ങിന് സ്ഥലം കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ വരുന്ന വഴി ഭയങ്കര വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ലൊരു വൈബുള്ള ഒരു ബീച്ചാണ്, കുഴപ്പമില്ല. ഇച്ചിരി തിരക്കുണ്ടെന്നേ ഉള്ളൂ. എല്ലാവരും ഒത്തിരി പേര് വരുന്ന ഒരു ബീച്ചാണ്. പിന്നെന്താണ്, ഇത് നമ്മുടെ എവിടെ, തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തൃപ്രയാറൊക്കെ കഴിഞ്ഞ് തളിക്കുളം ആണ് ഈ സ്നേഹതീരം എന്ന് പറഞ്ഞ ബീച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.